ഈ മലയാളം ജോഗ്രഫിയും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാറിന് അറിയാവോ? സാർ, ഞാൻ ഹിസ്റ്ററി ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്, മലയാളമായിട്ട് എങ്ങനെ സാറേ കണക്ഷൻ? ഈ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാതെ ആർക്കെങ്കിലും കവിത എഴുതാൻ പറ്റുമോ സാറേ? അത് ശരിയാ സാറേ. അതെ, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും എന്നാരംഭിക്കുന്ന മാതൃവന്ദനം എന്ന കവിത കൃത്യമായിട്ട് പടിഞ്ഞാറും കിഴക്കും അതിർത്തി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. വിടബി അഗമി ശിഖരി പാശി ഭൂരുഹം കുടം കുജം സടക്ക് സടക്ക് ഹേ സടക്ക് സടക്ക് വിടബി അഗമി ശിഖരി പാശി ഭൂരുഹം കുടം കുജം സടക്ക് സടക്ക്. ഹലോ, പാട്ടൊക്കെ പാടിയുന്ന ചില്ലാണല്ലോ ഫുള്ള്. എന്തായി സാറേ? സാറിന്റെ ക്ലാസ് കാണുവാ. സടക്ക് സടക്ക് കഴിഞ്ഞ ദിവസം ഹിറ്റായ ക്ലാസ് കാണുക സാറേ. താങ്ക് യു. മലയാളം ഒന്ന് പഠിച്ചെടുക്കാനുള്ള ശ്രമമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. പക്ഷെ കോളേജ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മലയാളത്തിലുള്ള കണക്ഷൻ അങ്ങ് പോയി. പക്ഷെ ഇനി പറ്റത്തില്ല. ഇനി എന്തായാലും മലയാളം പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഈ രംഗത്ത് നിൽക്കുമ്പോൾ, PSC നിൽക്കുമ്പോൾ എന്തായാലും മലയാളം പഠിച്ചേ പറ്റത്തുള്ളൂ. സാറ് പഠിപ്പിക്കുന്നത് ജോഗ്രഫി. അതെ. ഈ മലയാളം ജോഗ്രഫിയും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാറിന് അറിയാവോ? സാർ, ഞാൻ ഹിസ്റ്ററി ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്, മലയാളമായിട്ട് എങ്ങനെ സാറേ കണക്ഷൻ? സാറേ, ജോഗ്രഫി എന്ന് പറയുന്നത് എന്തെന്നാ? പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണല്ലോ. പ്രകൃതി നിരീക്ഷണവും പഠനവും എല്ലാം ചേർന്നെങ്കിലേ ജോഗ്രഫി ആവത്തുള്ളൂ. ആണല്ലോ. അതെ. ഈ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കാതെ ആർക്കെങ്കിലും കവിത എഴുതാൻ പറ്റുമോ സാറേ? അത് ശരിയാ സാറേ. ശരിയല്ലേ? മലയാളം പാട്ട് പോലും എടുത്താൽ എന്തുമാത്രം പ്രകൃതി വർണ്ണനകൾ നമ്മുടെ മലയാള സിനിമകളിലെ പാട്ടിലുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ കവിതകളിൽ കാണാതിരിക്കും അല്ലേ? 100%. ഇപ്പോ വള്ളത്തോളിന്റെ മാതൃവന്ദനം എന്നൊരു കവിത എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ അതിർത്തി അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് നമ്മുടെ അറബിക്കടലും അതുപോലെ കിഴക്കുള്ള സഹ്യപർവ്വതവും? തീർച്ചയായിട്ടും. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും എന്നാരംഭിക്കുന്ന മാതൃവന്ദനം എന്ന കവിത കൃത്യമായിട്ട് പടിഞ്ഞാറും കിഴക്കും അതിർത്തി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. സഹ്യൻ എടുത്തു പറയുന്നുണ്ടല്ലോ. സഹ്യനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഓ, സാറിന് സഹ്യൻ വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ സാറേ? പശ്ചിമഘട്ട മലനിരകളില്ലേ കേരളത്തിന്റെ കിഴക്ക്? നമ്മുടെ മൂന്നാറും ഇടുക്കിയും ഒക്കെ വരുന്ന ആ ഒരു പശ്ചിമഘട്ട ഭാഗങ്ങളില്ലേ, ഈ പശ്ചിമഘട്ട മലനിരകളെ കേരളത്തിൽ വിളിക്കുന്ന പേരാണ് സഹ്യപർവ്വതം. ഈ സഹ്യപർവ്വതം തന്നെയല്ലേ സഹ്യാദ്രി? അതെ, സഹ്യാദ്രി. പക്ഷെ മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി. ഇനി നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും ആണെങ്കിൽ ഇതിനെ നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കും. പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ മലനിര തന്നെയാണ് പശ്ചിമഘട്ടം. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാണാൻ ഭംഗിയുള്ള ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ള ജൈവ വൈവിധ്യമുള്ള ഒരു മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തെ പറ്റി ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ കണ്ണിന് കൗതുകമുള്ള അല്ലെ ധാരാളം കാഴ്ചകളുടെ ഉറവിടമായിട്ടുള്ള പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാറ്, വാഗമൺ പോലെ ധാരാളം സുഖവാസ കേന്ദ്രങ്ങളുള്ള ഒരു കിടിലൻ മലനിരയാണ് പശ്ചിമഘട്ടം. നമ്മളെല്ലാരും കൂടെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെല്ലാരും കൂടെ ട്രിപ്പ് പോയപ്പോ നമ്മളെല്ലാരും കൂടെ ചർച്ച ചെയ്തതുവാ ഇത്രയും ഭംഗി അല്ലേ. പക്ഷെ ആ ഒരു ഭംഗിയെല്ലാം ഭംഗിക്ക് കുഴപ്പമൊന്നുമില്ല, മനുഷ്യന്റെ ചില പ്രവൃത്തികൾ അതിന്റെ ഭംഗിക്കും അതിന്റെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്കും ഒക്കെ കോട്ടം വരുത്തുന്നുണ്ട്. തീർച്ചയായും. സാറ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കേട്ടിട്ടില്ലേ? ഗാഡ്ഗിൽ റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കാനായിട്ട് നിയോഗിച്ച ഒരു കമ്മീഷനാണ് ഗാഡ്ഗില്. അപ്പൊ അദ്ദേഹം ചെയർമാനായിരുന്നു, ആ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ഗാഡ്ഗിൽ. അദ്ദേഹം 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ പറഞ്ഞേക്കുന്ന കാര്യം ഭൂരിഭാഗം പ്രദേശങ്ങളും പശ്ചിമഘട്ടത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പരിസ്ഥിതി ലോലമെന്നാണ്. അവിടെ അപ്പൊ ഒന്നും പാടില്ല, മനുഷ്യ നിർമ്മിതികളൊന്നും പാടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഈ പരിസ്ഥിതി ലോലം എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ പാറപൊട്ടിക്കലൊക്കെ ഇല്ലേ, സ്ഥിരം പരിപാടിയാണല്ലോ. നമുക്ക് ഇങ്ങോട്ട് ഈ എംസാൻഡും മറ്റു കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ പാറ പൊട്ടിച്ചെടുക്കണം. അപ്പൊ പാറ പൊട്ടിക്കല്, അതുപോലെ അണക്കെട്ട് നിർമ്മാണം, അതൊക്കെ അവിടെ നിരോധിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം. പക്ഷേ സാറ് കണ്ടാണല്ലോ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഉള്ള പ്രതിഷേധങ്ങൾ, നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അതിനുവേണ്ടി അടുത്ത ഈ കമ്മീഷനെ ഈ റിപ്പോർട്ട് റിവ്യൂ ചെയ്യാനായിട്ട് കസ്തൂരിരംഗൻ 2013 വന്നിരുന്നു. അതും പ്രതിസന്ധികളായിരുന്നു. പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച, ഇത് രണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കമ്മീഷൻ വന്നിരുന്നത്. അത് ഉമ്മൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട്, ഒരു കമ്മീഷൻ. ശരി, ഇവരെന്താ അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഇതിന്റെ തുടർച്ചയായിട്ട് ഇത് പശ്ചിമഘട്ടത്തെ പറ്റി അവർ നിരീക്ഷണം നടത്തി. പശ്ചിമഘട്ടത്തിൽ, കാരണം ഇത് ഭയങ്കര പ്രായം ചെന്ന, നല്ല പഴക്കം ചെന്ന ഒരു മലനിരയാ പശ്ചിമഘട്ടം. ഒത്തിരി ജൈവ വൈവിധ്യങ്ങളോടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സംരക്ഷണമാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അത് കേൾക്കാത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ഒരു തിക്താനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്തു അല്ലേ സാറേ? 2018 പ്രളയത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങള്, പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ പശ്ചിമഘട്ട മേഖലയിലാണ്. ഉരുൾപൊട്ടല്, പ്രളയങ്ങൾ എല്ലാം ഉണ്ടായത് ഈ പശ്ചിമഘട്ട മേഖലയിലാണ്. ഈ ഭൂമി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലല്ലോ. ഇല്ല. ഇത് കാലയെ കൂട്ടി ഒരു കവി എഴുതിയിട്ടുണ്ട്, സാറ് കേട്ടിട്ടുണ്ടാകും. ഇനിയും മരിക്കാത്ത ഭൂമി
നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഞാൻ പറയാം സാറേ, ONV കുറുപ്പിന്റെ തീർച്ചയായിട്ടും ഭൂമിക്കൊരു ചരമഗീതം സ്കൂളിലില്ലായിരുന്നോ സാറേ? സ്കൂളിൽ നമുക്കിത് പഠിക്കാനുണ്ടായിരുന്നു. ഈ ഭൂമിക്കൊരു ചരമഗീതവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് സാറേ കുറെ കാര്യങ്ങള്. അതായത് ONV കുറുപ്പ് നേരത്തെ ഇത് മനസ്സിൽ കണക്കുകൂട്ടിയാണ് എഴുതിയേക്കുന്നത്. ഭൂമിക്ക് ഇന്ന തന്നെ പ്രോബ്ലംസ് വരും എന്നുള്ളത് അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അതെ, ആഗോള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സാറിന് അറിയാലോ, ഡൽഹിയിലൊക്കെ നമ്മുടെ വായു പോലും പ്രശ്നമാണ്, ശ്വസിക്കാനുള്ള വായു പോലും പ്രശ്നമാണ്. ഇവിടെ ഐസ്ക്രീം പാർലർ പോലെ അവിടെ ഓക്സിജൻ പാർലറാണ്. ഓക്സിജൻ പാർലറാണ്. കുറച്ചു നേരം നല്ല വായു ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ ഓക്സിജൻ പാർലർ കയറി ഇരുന്നിട്ട് നല്ല വായു ശ്വസിക്കണം. പൈസ കൊടുക്കണം അല്ലേ? പൈസ കൊടുക്കണം. അതെ, കോടതി പോലും പറഞ്ഞേക്കുവാണ് കൃത്യമായിട്ട് വായു അതിന്റെ നിലവാരം അല്ലെങ്കിൽ അതിന്റെ മലിനീകരണ തോത് കുറയ്ക്കണം, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുക. പരിസ്ഥിതി മൊത്തത്തിൽ അത്തരത്തിൽ ഭൂമിയുടെ ആഗോള കാലാവസ്ഥ മൊത്തത്തിൽ പ്രശ്നമാണ്. UN പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു ഉടമ്പടി വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് കേട്ടിട്ടുണ്ടോ സാറ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ഹരിതഗ്രഹ വാതകം എന്നറിയപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡാ അതിനകത്തെ മെയിൻ പുള്ളി. അപ്പൊ ഇങ്ങനെയുള്ള വാതകങ്ങളുടെ അന്തരീക്ഷത്തിലേക്കുള്ള ഈ ബഹിർഗമനം, പുറന്തള്ളല് നമ്മൾ കുറയ്ക്കണമെന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്, അവരുടെ ആ ഒരു പ്രോട്ടോകോളിൽ പറയുന്നത്. കാരണം ഇത് അന്തരീക്ഷത്തിൽ കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിക്കുമെന്ന്. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാനൊക്കെ ഉള്ള ഓസോൺ പാളി അത് മോൺട്രിയൽ എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാ സാറേ. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുമായി ബന്ധപ്പെട്ടില്ല, അത് ക്ലോറോ ഫ്ലൂറോ കാർബണുമായി CFC പുറന്തള്ളുന്നത് വഴിയാണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്നത്. എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം മനുഷ്യന്റെ പ്രവൃത്തികളാണ് സാറേ ഇതെല്ലാം നശിപ്പിക്കുന്നത്. നമ്മൾ കാണുന്ന ഭംഗിയുള്ള, നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച, നല്ല കാഴ്ചകൾ നൽകുന്ന ഈ പ്രകൃതിയെ തന്നെ അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനൊരു തീർച്ചയായിട്ടും വരി അവിടെ കേട്ടിട്ടുണ്ട് സാർ. തീർച്ചയായിട്ടും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ അത് കവിതയാണോ സാർ? കവിതയാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമാണെന്നാണ്. അല്ല, ഇത് ഇഞ്ചിക്കാട്ട് ബാലചന്ദ്രന്റെ കവിതയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആ വരി തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് ആ ആശയം നമ്മുടെ ഉള്ളിലേക്ക് വല്ലാതെ കണ്ടിറങ്ങിച്ചെല്ലുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെയും അതുപോലെ തന്നെ മനുഷ്യപ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണോ ഈ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്നത് അതിനെ വ്യക്തമായി അടയാളപ്പെടുത്തുന്ന ഒരു ഗാനം കൂടിയാണ്. സാർ ഈ പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടാണെങ്കിലും ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് വായിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ കവിത പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഈ വരികൾ. സാർ, നമ്മുടെ മുൻ തലമുറകൾ, നമുക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകൾ ഇത്ര ഭംഗിയായിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് നമുക്ക് തന്നതുകൊണ്ടല്ലേ നമ്മളിത് ആസ്വദിക്കുന്നത്. അതെ, നമ്മളിത് അടുത്ത തലമുറ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് ഇത് അങ്ങനെ തന്നെ കൈമാറുക എന്നുള്ളതാണ്. ഒരു കോട്ടവും പറ്റാതെ അടുത്ത തലമുറയ്ക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതെ സാറേ, നമ്മുടെ വനങ്ങളും നമ്മുടെ വനസമ്പത്തും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക സാറേ. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഇപ്പം നമ്മൾ ഓക്സിജന്റെ കാര്യം പറഞ്ഞാലേ, ഓക്സിജൻ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ആൽഗകള്, പ്ലവകങ്ങള്, അങ്ങനെയുള്ള സസ്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ്. ഈ കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ എത്ര ശതമാനം ഓക്സിജനെ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. 20% ഓക്സിജനെ സ്റ്റോർ ചെയ്യുന്നത് ആമസോണാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ആമസോൺ മഴക്കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. വനനശീകരണത്തെ പറ്റി അങ്ങനെ എന്തെങ്കിലും കവിതകൾ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അയ്യപ്പ പണിക്കർ എഴുതിയത്. എന്തെഴുതിയത്? കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ എന്ന് അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുണ്ട്. കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ എല്ലാം പോകുന്നു, എല്ലാം വേരോടെ നശിച്ചു പോകുന്നു. സമൂല നാശത്തെ കവി കാലയെകൂട്ടി കണ്ടിട്ടുണ്ട്. സാറിന് ഈ അയ്യപ്പ പണിക്കരെ മനസ്സിലായോ? സാറിപ്പോ പറഞ്ഞ കവിത വെച്ച് മനസ്സിലായി. സാറ് കേട്ടിട്ടുണ്ട് ഒരു കവിത, ഏതാണെന്നറിയോ? വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. ഈ അയ്യപ്പ പണിക്കര് നിസ്സാരക്കാരനല്ല കേട്ടോ. മലയാളത്തിലെ മികച്ച കവിതകൾക്ക് പുരസ്കാരം കൊടുക്കുന്നതാണ് സരസ്വതി സമ്മാനം. ഈ സരസ്വതി സമ്മാനം മലയാളത്തിലാകെ 3 മലയാളികൾക്കേ കിട്ടിയിട്ടുള്ളൂ. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ കൊടുക്കുന്ന പുരസ്കാരമാണ്. അതിൽ 3 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൽ രണ്ടാമൻ അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കർക്ക് മുമ്പ് ബാലാമണി അമ്മയ്ക്കും അയ്യപ്പ പണിക്കർക്ക് ശേഷം സുഗതകുമാരിക്കുമാണ് സരസ്വതി സമ്മാനം കിട്ടിയിട്ടുള്ളത്. സാർ, ഞാനിപ്പോ ഒന്ന് കണക്ട് ചെയ്തോട്ടെ, ഒന്ന് ഓർത്തോട്ടെ. ഭൂമിക്കൊരു ചരമഗീതം സാറ് പറഞ്ഞത് ONV കുറുപ്പ്. അതെ, അദ്ദേഹത്തിന് കിട്ടിയത് ജ്ഞാനപീഠമല്ലേ സാറേ? ജ്ഞാനപീഠ പുരസ്കാരം. ഞാനിവിടെ 2007 കിട്ടിയത് ONV കുറുപ്പിനാണ്. ജ്ഞാനപീഠം നേടിയ 5ാമത്തെ മലയാളിയാണ് ONV കുറുപ്പ്.
അതിനുശേഷം 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിരുന്നു. അസാധ്യ കവിയല്ലേ സാർ? അതെ 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 അതെ, ധാരാളം കവിതകൾ. ഈ സിനിമാ മേഖലയിൽ അദ്ദേഹം വലിയ സംഭാവനകൾ കൊടുത്തിട്ടില്ല, ചെറുതൊന്നുമല്ല. അതായത് സിനിമാ പാട്ടുകാരൻ എന്ന നിലയ്ക്കാണ് പലർക്കും ONV കുറുപ്പിനെ പരിചയമുള്ളത്. KPSC നാടകങ്ങളിലൂടെ സിനിമാ ഗാനത്തിലേക്ക് വന്ന വ്യക്തിയാണ്. വയലാറും ഇതേപോലെ തന്നെ സിനിമാ ഗാനങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ സാറേ അതെ കൂടുതൽ ആളുകൾ അങ്ങനെ അറിയുന്നത്. പക്ഷെ അശ്വമേധം പോലെയുള്ള കവിതകൾ ജനകീയമാണ്. ഞാൻ വയലാർ രാമറാവ് സാറിന്റെ ഒരു കവിത, പ്രശസ്തമായിട്ടുള്ള കവിത ഞാൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. കവിതാ പാരായണത്തിന് വേണ്ടി സർഗസംഗീതം എന്നൊരു കൃതിയുണ്ട്. സർഗസംഗീതം തീർച്ചയായും. അരണ്യാന്തര ഗഹ്വരോധര തപസ്ഥാനങ്ങളിൽ തുടങ്ങുന്ന ഒരു കവിത. അതെ അതെ അതെ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. 4-5 താരകൾ തങ്ങി നിന്നു മിഴി പീലിയിൽ ഹർഷാശ്രു ബിന്ദുക്കൾ മാതിരി അല്ലെ എന്നൊക്കെയുള്ള വരികൾ ആ കവിതയിലെ വരികളാണ്. മനോഹരമായിട്ടുള്ള ഈ ഹിമാലയത്തെ കുറിച്ച് കവിത മാത്രമല്ല കേട്ടോ സാറേ, ഒരു യാത്രാവിവരണ കൃതിയുണ്ട് ഹിമാലയത്തെ. അത് മരിക്കുന്നതിന് മുമ്പ് ഹിമാലയം ഒന്ന് കണ്ട് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം സാറേ. സാറ് പോയിട്ടുണ്ടോ സാറേ വടക്കോട്ട് എവിടെയെങ്കിലും? സാറേ പോയിട്ടില്ലെങ്കിൽ എന്തേ, എന്റെ ഉള്ളില് ഹിമാലയം ഇരിപ്പുണ്ട്. പോയിട്ടില്ലാതെ എങ്ങനെ സാറേ ഹിമാലയ സാറിന്റെ ഉള്ളിൽ? അതായത് ഹൈമവത ഭൂവിൽ എന്ന ഹിമാലയൻ യാത്രാവിവരണ കൃതിയുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് സാറേ, വായിച്ചിട്ടുണ്ട്. MP വീരേന്ദ്രകുമാർ അത് എഴുതിയിട്ടുള്ളത്. മനസ്സിരുത്തി വായിച്ചിട്ടില്ല, വായിച്ചു പോയിട്ടുണ്ട്. അതിന് രാജ്യം മൂർത്തിദേവി പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഇത് യാത്രാവിവരണമാണ്. എങ്ങോട്ട് പോകുന്നതാണ് സാറേ? ഹിമാലയത്തിലേക്ക് പോകുന്നതാണ്. കൈലാസം, അതെ, കൈലാസത്തിലേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. കൈലാസ യാത്രയാണ്. സാറിന് കൈലാസം എവിടാന്നറിയോ? ഇല്ല, ഹിമാലയത്തിലല്ലേ? ഹിമാലയത്തിലാണ്. കൈലാസം ഏത് രാജ്യത്താണെന്നറിയോ? ഇന്ത്യയില് അല്ല, കൈലാസം ടിബറ്റിലാണ്. ടിബറ്റ് ഇന്ത്യയിലാണല്ലോ. ടിബറ്റ് ഇന്ത്യയുടെ അല്ല സാർ ഇപ്പോ അല്ലേ? ടിബറ്റ് 1958 ശേഷം ചൈനീസ് അധിനിവേശം നടന്നൊരു മേഖലയാണ്. ചൈനയുടെ ഒരു പോർഷനായിട്ടാണ് ഇന്ന് ടിബറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവർക്കൊരു ഓട്ടോണമസ് പദവി ഉണ്ടെങ്കിലും ചൈനയുടെ ഒരു കൺട്രോൾ അവർക്ക് മുകളിലുണ്ട്. ടിബറ്റ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തൊട്ട് മുകളിലേക്ക്, അപ്പൊ ഹിമാലയത്തിലൂടെ നമ്മൾ ടിബറ്റിലേക്ക് പോകുന്നു എന്ന് സാറ് സങ്കല്പിച്ചേ. നമുക്ക് ഹിമാലയം 3 നിരകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ ഹിമാദ്രി, താഴെ ഹിമാചൽ, ഏറ്റവും തെക്കായിട്ട് ശിവാലിക്ക്. ഹിമാചൽ, ശിവാലിക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ ഒരാള് ടിബറ്റിലേക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ തെക്ക് നിന്നുള്ള മലനിരകൾ ക്രോസ് ചെയ്താ പോകേണ്ടത്. അതായത് ശിവാലിക്ക്, ഹിമാചൽ, ഹിമാദ്രി, ഇത് കഴിഞ്ഞാണ് നമ്മൾ ടിബറ്റിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞേ, ശിവാലിക്ക്, ഹിമാചൽ, ഹിമാദ്രി. സാർ ജോഗ്രഫിയും പഠിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഹിമാലയം മുറിച്ച് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരങ്ങൾ ആവശ്യമാണ്. 3 ചുരങ്ങളിലൂടെ നമുക്ക് ടിബറ്റിലേക്ക് പോവാം. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് ടിബറ്റ് പോകണമെന്ന് എത്ര ചുരങ്ങളുണ്ട്? 3 പ്രധാന ചുരങ്ങളുണ്ട്. അതിലൊന്ന് സാറിനെ സുജേഷ് സാർ വെച്ച് കണക്ട് ചെയ്തൊരു ചുരവാ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാറേ. ഏതാന്ന് പറഞ്ഞേ? ഞാൻ ഊട്ടി പോയിട്ട് ഒരു ലിപ് ലോക്ക് കൊടുത്തല്ലേ? അതെ, ലിപ്പ് ലേക്ക്. ഉത്തരാഖണ്ഡിൽ നിന്ന് ടിബറ്റിലേക്കുള്ള ചുരമാണ്, ഹിമാലയത്തിലുള്ള ചുരമാണ് ലിപ്പു ലേക്ക്. സാർ ഇനി ഹിമാചൽ പ്രദേശിലാണ് പോകുന്നതെങ്കിൽ അവിടുന്ന് പോകാനുള്ള ചുരമാണ് ഷിപ്കില. ഇനി സാറ് സിക്കിമിലാ പോകുന്നെങ്കിൽ അവിടുന്ന് ടിബറ്റിലേക്ക് പോകാനുള്ള ചുരമാണ് നാഥുല. 3 ചുരങ്ങളുണ്ട്. ലിപ്ലോക്ക് വെച്ച് ഓർത്തോണം. ലിപ്പുലേക്ക് 2, ഷിപ്കില 3-മതായിട്ട് നാഥുല. സിക്കിമിൽ നിന്ന് ടിബറ്റിലേക്ക് പോകുന്നതാണ് നാഥുല. 3 പ്രധാനപ്പെട്ട ചുരങ്ങൾ ഹിമാലയത്തിലുണ്ട്. അപ്പൊ ഇത് യാത്രാവിവരണം അല്ലേ? യാത്രാവിവരണമാണ്. ഹൈമവത ഭൂവിൽ എന്നുള്ളത് യാത്രാവിവരണമാണ്. ഓക്കെ, ഞാൻ നോവലാണെന്ന് കരുതിയിരിക്കുന്നു. ഇല്ല, അത് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. എന്താ സാറേ? ആദ്യമായിട്ട് ഒരു യാത്രാവിവരണത്തിന് വയലാർ അവാർഡ് കിട്ടുന്നത് അത് ഹൈമവത ഭൂവിൽ എന്ന യാത്രാവിവരണ കൃതിക്കാണ്. അതിനു മുമ്പൊക്കെ കവിതകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നോവലുകൾക്കാണ് വയലാർ അവാർഡ് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു വയലാർ അവാർഡ് യാത്രാവിവരണത്തിന് കിട്ടുന്നത് MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഹിമാലയൻ യാത്രാവിവരണ ഗ്രന്ഥം. അത് അത്ര ഭംഗിയായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം എന്തുമാത്രം അത് നിരീക്ഷിച്ചിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും. ഈ നിരീക്ഷണ പാഠമല്ലേ സാറേ കവിതയ്ക്ക് വേണ്ടത്? അതെ. സാർ ഒരു കവിത എഴുതിക്കൂടെ? അവൾ എന്നെ ഇട്ടിട്ട് പോയപ്പോ ഞാൻ എത്ര കവിതകൾ എഴുതിയിരിക്കുന്നു സാറേ. അതൊക്കെ ഒന്ന് പ്രസിദ്ധീകരിക്കും സാറേ. അത് പ്രസിദ്ധീകരിച്ചാൽ വീട്ടിലൊരു ചരമഗീതം എഴുതേണ്ടി വരും. ഭൂമിക്കൊരു ചരമഗീതം വീണ്ടും ആവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ എഴുതുന്നില്ല. ഇപ്പൊ സമാധാനമായിട്ടല്ല? സമാധാനമായിട്ടാ പോകുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പോ നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് സാറേ ഞാൻ പോവാം. കുട്ടനാട്. സാറ് കുട്ടനാട്ടുകാരനാണോ? കൊള്ളാം. ഞാൻ ആലപ്പുഴക്കാരനാ സാറേ. ഞാൻ ചങ്ങനാശ്ശേരിയാണ്. അപ്പർ കുട്ടനാട്ടുകാരാണ്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കുട്ടനാട് ബന്ധമുണ്ട്. കുട്ടനാടുമായി ബന്ധപ്പെട്ട് ഒരു
കഥാകാരനും അതുമായി ബന്ധപ്പെട്ട കഥകളോ നോവലുകളോ ഒക്കെ സാറിന് പറയാൻ കാണത്തില്ലേ? എത്ര വേണം സാറിന്? ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അല്ലേ? എനിക്ക് ആരെ പറ്റിയാ പറയുന്നത് കിട്ടി. തീർച്ചയായിട്ടും കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. അതെ, കേരള മോപ്പസാങ് എന്നും അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. 1984 അദ്ദേഹത്തിന് രാജ്യം ജ്ഞാനപീഠ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എത്ര കൃതികൾ എവിടെ നോക്കിയാലും ആലപ്പുഴയുടെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കൃതികൾ അദ്ദേഹത്തിന്റെ. തീർച്ചയായിട്ടും 7 തലമുറയുടെ കഥ പറയുന്ന കയർ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കൂടിയാണ് കയർ എന്ന നോവൽ. ഒന്നാമത്തത് വിലാസിനിയുടെ അവകാശികളാണ്. രണ്ടാം സ്ഥാനം തകഴിയുടെ കയറിനാണ്. കുട്ടനാട് ജോഗ്രഫിയിൽ എപ്പോൾ പഠിപ്പിച്ചാലും കുട്ടനാട് വരുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യയിൽ അറിയാമോ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. ഈ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നെൽകൃഷി ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. അപ്പൊ ഇന്ത്യയുടെ നെല്ലറയോ സാറേ? ഇന്ത്യയുടെ നെല്ലറ എന്ന് പറഞ്ഞ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ കൊടുത്തേക്കുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ മേഖലനെയാണ് ഇന്ത്യയുടെ നെല്ലറ എന്ന് +1 പാഠപുസ്തകത്തേക്ക് കൊടുത്തേക്കുന്നത്. അത് രണ്ടും വരുന്നത് ആന്ധ്രാപ്രദേശ് ആയതുകൊണ്ട് ഇന്ത്യയുടെ നെല്ലറ വേണമെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കവിതകളും കഥകളും ഒക്കെ ഉൾപ്പെടുന്ന കുറെ കാര്യങ്ങൾ അത് കണക്ട് ചെയ്തുകൊണ്ട് ജോഗ്രഫിയെ പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇടയ്ക്കൊക്കെ യാത്രകൾ നമുക്കും ചെയ്യാൻ പറ്റണം അല്ലേ സാറേ? ഈ എപ്പോഴും ക്ലാസ്സും ജോലിയും അതുമൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രകൃതിയെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ യാത്ര ചെയ്തെങ്കിലേ ഇതൊക്കെ നമുക്ക് കാണാനും അല്ലെ ആസ്വദിക്കാനും എന്തെങ്കിലുമൊക്കെ എഴുതാനും ഒക്കെ നമുക്ക് തോന്നുന്നുള്ളൂ. കവികൾക്ക് പ്രേരകമായ ഘടകങ്ങളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ. അതെ, പ്രകൃതി സൗന്ദര്യത്തെ നമ്മളൊന്ന് നുകരണല്ലോ മരിച്ചു പോകുന്നതിന് മുമ്പ്. ചെറിയ യാത്രകൾ നടത്തിയാൽ മതി. ചെറിയ യാത്രകളിൽ നമുക്ക് തുടങ്ങാം. പ്രകൃതിയുടെ ഓരോ അംശത്തിനും സൗന്ദര്യമുണ്ട് സാറേ. അത് കാണാനുള്ള കണ്ണ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അതെ, അതൊക്കെ പോട്ടെ. LDCയുടെ ക്ലാസ് ഇടം വരെയായി. LDCയുടെ ക്ലാസ് ഒക്കെ നല്ല ഉഷാറായിട്ട് എൻട്രിയിൽ നടക്കുന്നുണ്ട്. മലയാളമൊക്കെ ഫുൾ സെറ്റാണ്. പിള്ളേരൊന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ ഒരു ജോലിയുടെ അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വിടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡറിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. LDC 2024 അതെ നമ്മുടെ ക്ലാസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അത് ടാസ്ക് വൈസ് ഫോളോ ചെയ്യുക. ഓരോ വിഷയവും കൃത്യമായിട്ട് നമ്മുടെ ടാസ്കുകളിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ഇത്തവണത്തെ LDC ഇത് കേൾക്കുന്നവർക്കുള്ളതാ സാറേ. അതെ, ഇത് കേൾക്കുന്നവർക്കുള്ളതാ. അതാണ് ഞങ്ങൾക്ക് ഇന്ന് 2 പേർക്ക് കൂടെ തരാനുള്ള ആശംസ. അപ്പോൾ ഈ വർഷത്തെ നടക്കാൻ പോകുന്ന LDCയിൽ ആദ്യത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. നമുക്ക് മീറ്റ് ചെയ്യാൻ ഒരു അവസരം കൂടെ ഉണ്ട് സാർ. അതുകൊണ്ട് റാങ്കേഴ്സ് മീറ്റപ്പ് കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്ന മാർക്ക് നേടി നിങ്ങൾ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് അടിച്ചു പൊളിക്കാം. എൻട്രിയുടെ എല്ലാ അധ്യാപകരെയും നിങ്ങൾക്ക് കാണാം. നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുൾ ചില്ലായിരിക്കും കേട്ടോ. ഒരു ദിവസം റാങ്ക് ലിസ്റ്റ് വന്ന് ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ അധ്യാപകരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ഞങ്ങളുടെ എൻട്രിയുടെ അംബാസഡേഴ്സ് എന്നറിയപ്പെടുന്നത്, ബ്രാൻഡ് അംബാസഡേഴ്സ് എന്നറിയപ്പെടുന്നത് ഈ റാങ്ക് നേടിയ പിള്ളേർ തന്നെയാണ്. ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ നിങ്ങൾ കണ്ടു കാണും. എല്ലാവരും നമ്മുടെ ജോലി നേടിയ, ഞങ്ങളിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ എൻട്രിയിൽ നിന്ന് പഠിച്ച് ജോലി നേടിയ ആളുകളെ തന്നെയാണ് ഞങ്ങളുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ ഇവരുടെ ഫോട്ടോയാണ് ഫ്ലെക്സിൽ വരേണ്ടത്. ഇവിടുന്ന് എറണാകുളം, കേരളത്തിൽ അങ്ങ് നമ്മുടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഫ്ലെക്സുകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സാറിനും താങ്ക്സ്. ഓക്കെ സാറേ, നമുക്ക് ഇതുപോലെ വീണ്ടും കൂടണം സാറേ. ഇതുപോലെ വീണ്ടും കൂടാം. കുറെ മലയാളം ഞാൻ പഠിച്ച കുറെ കവിതകൾ കുറച്ചെങ്കിലും ഒക്കെ ഞാൻ കേട്ടു. ജോഗ്രഫി ഞാൻ ഒരുപാട് പഠിച്ചു സാറ് കാരണം. ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാറിൻ്റെ ആയിട്ടുള്ള ചർച്ച ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ സാറേ, അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.